ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. എല്ലാ മക്കൾക്കും എജുപോട്ടിലേക്ക് സ്വാഗതം. എടാ തമ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു 30 മാർക്ക് ഒപ്പിക്കാന്നുള്ളത്. ശരിക്കും പേടിയുണ്ടടാ നിങ്ങൾക്ക് എക്സാമിന്റെ? ഒരു പേടിയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ തുടക്കത്തിൽ തന്നെ പറയാണ്, ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ തരുന്ന ആറ്റിക്കുറുക്കി വെച്ച പാലാണെന്ന് പറഞ്ഞ പോലെ തന്നെ ആറ്റിക്കുറുക്കിയ കുറെ തേൻ കുടുക്ക പോലെ ചക്കര കുടുക്ക പോലെ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ 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 ഒരുക്കി ഓരോന്ന് തരുന്നുണ്ട്. നമ്മൾ നിഹാൽ സാറ് വൺ വേർഡ്, ഒരു സൈഡിൽ നിന്ന് വൺ വേർഡ് നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് 30 മാർക്കിന്റെ നോക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ. ഇങ്ങനെ പല സൈഡിൽ നിന്ന് നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കണം. ആക്രമിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് അടിപൊളി തന്നെയാണ് അല്ലേ? ഇത് ഭയങ്കര സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഓരോന്ന് ഞങ്ങളത് പഠിക്കും, ഇങ്ങനെ ഒന്നും സംഭവമില്ല. ഞങ്ങളത് 1ാം ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ പഠിപ്പിച്ച് കഴിയും, കഴിഞ്ഞു. പിന്നെ ഒരു റിവിഷനും തരും. പക്ഷെ നിങ്ങൾക്ക് അത് അവിടുന്ന് എസ് എ ഇവിടുന്നത് ഞങ്ങൾ തന്നിരിക്കണം. നിങ്ങളുടെ എക്സാമിന്റെ അവസാന നിമിഷം വരെ നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാവും. അത് മനസ്സിൽ തൊട്ടിട്ട് പറയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് നമ്മൾ ഈ ഒരു ടീച്ചിങ്ങിനോടുള്ള ഒരു പാഷനാണ്. ഈ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കടമ പോലല്ല, ഒരു പണിയെടുക്കുന്ന പോലല്ല. കുട്ടികൾക്ക് എന്താണോ കിട്ടാവുന്ന മാക്സിമം നമ്മൾ കൊടുക്കും. നിങ്ങൾക്ക് അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മക്കളെ തുടങ്ങിയാൽ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. തുടങ്ങാം മക്കളെ. ഒന്ന്, 7ാമത്തെ ചാപ്റ്ററിന് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ മക്കളെ? ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റിന്റെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചിപ്കോ മൂവ്മെന്റിലേക്ക് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എന്ന് പറഞ്ഞാൽ നോക്കണേ മക്കളെ, ഒന്ന് 1970-കളിലാണ്. 70-കളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന മക്കളെ മനസ്സിലാക്കണേ, ഇതല്ലാതെ കേൾക്കാതെ നിങ്ങൾ ഇത് കമരുത്. 70-കളിൽ നിന്നാണ്, ഏകദേശം 72-73 കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ചിപ്കോ മൂവ്മെന്റ് വരുന്നത്. നമ്മൾ പറയുമ്പോൾ 70-കളിലൊക്കെ നടന്നത്. ആരായിരുന്നു ഇത്? എവിടെയാണ് നടന്നത്? എവിടെയായിരുന്നു മക്കളെ? ഉത്തരാഖണ്ഡിലായിരുന്നു. എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡിലായിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് ആർക്ക് കൊടുക്കാണ്? സൈമൺ എന്നുള്ള സ്പോർട്സ് കമ്പനി കൊടുക്കുക. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? ഇങ്ങനെ വട്ടം ചേർന്നുകൊണ്ട്, സ്ത്രീകൾ അടക്കമുള്ളവർ ഇങ്ങനെ വട്ടം ചേർന്നുകൊണ്ട് കെട്ടിപ്പുണർന്നതിനെ ഈ മരങ്ങളെ. അങ്ങനെയുള്ള ഒരു സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് ചിപ്കോ മൂവ്മെന്റ്. അതിന്റെ ലീഡറിനെ നോക്കി വെക്കണേ, സുന്ദർലാൽ ബഹുഗുണയായിരുന്നു. ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണയായിരുന്നു ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണർ എന്ത് ചെയ്തു? മരത്തെ കെട്ടിപ്പുണർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിന്റെ നേട്ടങ്ങൾ എന്തായിരുന്നു? ഹിമാലയൻ റീജിയനിലുള്ള ഒരു 15 വർഷത്തേക്ക് ഹിമാലയൻ റീജിയനിൽ ഇനി എന്ത് ചെയ്യേണ്ട? ആരും മരം മുറിക്കേണ്ടതുണ്ട്. ഇവര് സമരം കൊണ്ടുണ്ടായതാണ്. സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ അടക്കമുള്ളവരുണ്ടായിരുന്ന ഒരു 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 എന്തെന്ന് പറയാം, ഒരു സമരത്തിന്റെ നേട്ടമാണ് എന്തെന്ന് പറഞ്ഞ് മരം മുറിക്കുന്നത് തടഞ്ഞു എന്ന് പറഞ്ഞത്. പിന്നീട് എന്ത് ചെയ്തു? ഇറ്റ് ബിക്കെയിം സിംബൽ ഓഫ് മെനി സച്ച് പോപ്പുലർ മെൻ ഇൻ 1970s. 1970-കളിൽ പിന്നീട് വന്ന സമരങ്ങളൊക്കെ ഇതിന്റെ ഒരു പ്രതീകമായിട്ടാണ് മാറിയത്. പിന്നെ അതുപോലെ തന്നെ മക്കളെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റൻ ആണ് ദ ആന്റി അറാക്ക് മൂവ്മെന്റ്. ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തെ പറ്റിയിട്ട്. ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഒരു വനിതാ മുന്നേറ്റം എന്നാണ്. അപ്പൊ മക്കളെ ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ആന്റി അറാക്ക് മൂവ്മെന്റിന്റെ സവിശേഷതകളും ചോദിക്കാം. നോക്കണേ മക്കളെ, ഇത് 1990s-കളിൽ, അത് മനസ്സിലാക്കണം, 1992-ലേക്കാണ് തുടങ്ങുന്നത്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ എന്ത്? മദ്യവിൽപ്പന നിരോധിക്കണം എന്ന് പറഞ്ഞു. എന്തായിരുന്നു? ബാൻ ഓൺ ദി സെയിൽ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ത് ചെയ്യണം? നിരോധിക്കണം എന്ന് പറഞ്ഞു. കാരണം ആൽക്കഹോൾ എന്ന് പറയുന്നത് മക്കളെ മദ്യപാനം. ഈ മദ്യപാനം അല്ലെങ്കിൽ മദ്യപാനം കുടിച്ചിട്ട് മദ്യപിച്ചുകൊണ്ട് അവിടെ എന്താണ് ഗ്രാമവാസികൾക്കിടയിൽ ഇത് നന്നായിട്ട് വേരൂന്നി ഇറങ്ങി തന്നെ പറയാം, നന്നായിട്ട് ആയിന്നിറങ്ങിയിരുന്നു ഈ സംഭവം. അതാ പറഞ്ഞതാ, ഡീപ്പ് റൂട്ട് എമംഗ് ദി വില്ലേജ് ഫോക്ക്. ഗ്രാമവാസികൾക്കിടയിൽ എന്തുണ്ടായിരുന്നു? വളരെയധികം ഇതിറങ്ങി. അതെന്താണ് സംഭവിക്കുക? മദ്യപിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? ഒന്ന്, ജോലിക്ക് പോലെ കെപ്റ്റ് അവേ ഫ്രം ദി വർക്ക്, ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കും. പിന്നെ അതുപോലെ തന്നെ പൈസ ഉണ്ടാവും, ഉണ്ടാവില്ല, ഉള്ള പൈസ ഒക്കെ അങ്ങോട്ട് കൊടുക്കും. ദെയർ ഇൻകം ഡിമിനിഷ്ഡ് ആൻഡ് ദെയർ ഡെപ്ത്. പൈസ മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടം വാങ്ങാൻ തുടങ്ങും. അപ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും? ഡെപ്ത് ഇൻക്രീസ് ചെയ്യും, കടം കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ പിന്നീട് എന്താണ് സംഭവിക്കുക? ഇത് സ്വാഭാവികമായിട്ട് അഡ്വൈസ്ലി അഫക്റ്റഡ് ദി റൂറൽ എക്കണോമി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെയാണ് പ്രതികൂലമായിട്ട് ബാധിച്ചു? ഇറ്റ് ഡിസ്ട്രോയിഡ് ദി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ദ വില്ലേജ്. മക്കളെ, നാട്ടിൽ സമാധാനമായിരിക്കുമോ? ഇല്ല, എപ്പോഴും പ്രശ്നമല്ലേ? വെള്ളം അടിച്ചിട്ട് ആരാടാ അത്? ഞാനാണടാ അല്ലെ? വന്നിട്ട് ചോദിക്കും, തല്ലുകൂടലായിരിക്കും. അപ്പൊ ഗ്രാമീണ പ്രശ്നത്തെ അവിടെ നന്നായിട്ടുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നില്ല. സമാധാന അന്തരീക്ഷം തകർത്തു. ഇറ്റ് കൊളാപ്സ് ദി ഫാമിലി റിലേഷൻഷിപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കടാ, ഫാമിലി റിലേഷൻഷിപ്പ് നല്ല അടിപൊളിയായിട്ട് പോവോ? നിങ്ങൾ കുടിച്ചോളി, ഞാനും കുടിക്കുക എന്നാണ് പറയാ. അവിടെ പ്രശ്നങ്ങളായിരിക്കും അല്ലേ? അതാണ് പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി പ്രിപ്പയർ എ നോട്ട് ഓൺ എന്തായിരുന്നു? നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട് നോക്കെ? നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നർമ്മദ നദി കേട്ടിട്ടില്ലേ മക്കളെ? റിവർ ഓഫ് നർമ്മദ. ഈ നർമ്മദയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇത്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്തെന്ന് വെച്ചാൽ അതിലൊരു ഡാം കൊണ്ടുവരാൻ വേണ്ടിയോ. ഡാം ഏകദേശം 30 ബിഗ് ഡാംസുകളും 135 മീഡിയം സൈസുള്ള ഡാംസുകളും 3000 സ്മോൾ ഡാംസുകളൊക്കെ ഇതാക്കി. അപ്പൊ ഡാമുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ നർമ്മദ നദിയെ രക്ഷിക്കാനുള്ള ഒരു എന്തായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു
സമരമായിരുന്നു, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആയിരുന്നത്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ ആയിരുന്നു. ആരായിരുന്നു ലീഡർ? മേധാ പട്കർ ആയിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിലെ സർദാർ സരോവർ പദ്ധതിയും മഹാരാഷ്ട്രയിലെ ഏതെന്ന് പറയാ നർമ്മദ സാഗർ പദ്ധതിയൊക്കെ ഈ പദ്ധതിയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത 7ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ചോദിക്കാന്നുള്ളത്. 7ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ചോദിക്കാന്നുള്ളത്. അപ്പൊ മക്കളെ ഈ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 7ാമത്തെ ചാപ്റ്റർ, അതിൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട റൈറ്റ് ടു ഇൻഫർമേഷൻ നോക്കി പോകണം, ഭാരതീയ കിസാൻ യൂണിയൻ നോക്കി പോകണം, പിന്നെ അതുപോലെ തന്നെ മക്കളെ നോക്കിയിട്ട് ദ്രാവിഡ കഴകം, ആ ഒരു ദ്രാവിഡ പ്രസ്ഥാനം എന്തെങ്കിലും നോക്കി പോകണം. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഇത്, പക്ഷെ എന്ത് ചെയ്യണം മക്കൾ അത് നോക്കി പോണേ. ഇനി അടുത്ത റീജിയണൽ ആസ്പിറേഷൻ, പ്രാദേശിക അഭിലാഷങ്ങൾ 7ാമത്തെ ചാപ്റ്ററിൽ എന്തായിരുന്നു? ഒരു 5 മാർക്കിന് ചോദിക്കുന്നതാണ്. കാശ്മീർ ഇഷ്യൂസ് നോട്ട് ജസ്റ്റ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇതൊരു കേവലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല കാശ്മീരിന്റെ പ്രശ്നം. പിന്നെ എന്ത് കൂടിയാണ് ഇത്? ഇന്റേണൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, എക്സ്റ്റേണൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ആന്തരികവും, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബാഹ്യം, എന്ന് വെച്ചാൽ പുറത്തുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് ഇത്. അപ്പൊ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്, നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം മക്കളെ, എന്തൊക്കെയാന്ന് വെച്ചാൽ ബാഹ്യ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ക്ലെയിം ഓഫ് ദി പാകിസ്ഥാൻ ഓവർ കാശ്മീർ വാലി, അല്ലേ? എന്ന് വെച്ചാൽ കാശ്മീർ താഴ്വരയിൽ പാകിസ്ഥാന്റെ അവകാശം, കാശ്മീരിന്റെ ഒരു താഴ്വര ഞങ്ങളതും കൂടിയാണെന്നാണ് ആര് പറയുന്നത്? പാകിസ്ഥാൻ പറയുന്നത്. അങ്ങനെ പാകിസ്ഥാൻ 1940-കളിൽ ഒരു തീവ്രവാദികളെ, അല്ലെങ്കിൽ തീവ്രവാദികൾ എന്നല്ല, അവരാളുകളൊക്കെ വിട്ടിട്ട് ഒരു അധിനിവേശം കൊണ്ടുവരാൻ, പിടിച്ചടക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 1/3 ഭാഗം ആരുടെ നിയന്ത്രണത്തിലാണ്? പാകിസ്ഥാന്റെ ഇതിലാണ്, അണ്ടർ ദി കൺട്രോൾ ഓഫ് പാകിസ്ഥാൻ. എത്ര? 1/3 പോർഷൻസ്. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ആസാദ് കാശ്മീർ എന്ന് വിളിക്കുക. എന്തായിരുന്നു? ആസാദ് കാശ്മീർ എന്നാണ് ആ പിടിച്ചടക്കിയ 1/3 ഭാഗത്തെ വിളിക്കുന്ന പേര് കേട്ടോ. ഇനി എന്താണ് ഉള്ളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അവിടെ ഇന്ത്യക്കുള്ളിൽ തന്നെ കാശ്മീരുമായിട്ട് പ്രശ്നമുണ്ട്. എന്താണ്? എടാ, കാശ്മീർ മാത്രമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 370. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ഓട്ടോണമി, അവർ വേറെ തന്നെയാണ്, അവർക്ക് ഈ പറയുന്ന നിയമങ്ങളൊന്നും ബാധകമല്ല, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അത് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ മക്കൾ നോക്കി പോകണം. ഇനി അതുപോലെ തന്നെ വാട്ട് ആർ ദ മെയിൻ പ്രൊവിഷൻസ് ഓഫ് പഞ്ചാബ് അക്കോർഡ്? പഞ്ചാബ് ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് പഞ്ചാബ് ഉടമ്പടി? ആരൊക്കെയാണ് മക്കളെ? രാജീവ് ഗാന്ധിയും ഹർചന്ദ് ലോങ്കോവാളും കൂടിയുള്ള കരാറാണ് പഞ്ചാബ് അക്കോർഡ്, അല്ലെങ്കിൽ ലോങ്കോവാൾ കരാർ എന്ന് ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ. പഞ്ചാബ് കരാർ അല്ലെങ്കിൽ പഞ്ചാബ് അക്കോർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ലോങ്കോവാൾ എന്ന് പറയും. കാരണം നമ്മളെ രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ ഹർചന്ദ് സിംഗ് ലോങ്കോവാളും കൂടിയുള്ള ഒരു കരാറായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ചണ്ഡീഗഡ് വുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർഡ് ടു പഞ്ചാബ്. മുഴുവനായിട്ട് എന്ത് ചെയ്യുക? പഞ്ചാബിലേക്ക് മാറ്റണം. പഞ്ചാബ് ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കം എന്ത് ചെയ്യണം? പെട്ടെന്ന് പരിഹരിക്കണം. അതിനൊരു കമ്മീഷനെ തന്നെ നിയമിക്കണം. പിന്നെ പഞ്ചാബ് ഹരിയാന രാജസ്ഥാന്റെ ഇടയിൽ ഒരു റിവർ ഉണ്ട്, ആ രവി ബിയാസ്. ആ റിവറിന്റെ നദീജലം ആർക്കൊക്കെയാണ് എന്നുള്ളത്, ഇപ്പൊ നമ്മളെ കാവേരി നദി അങ്ങനത്തേനൊക്കെ പ്രശ്നം ഉണ്ടാവാറില്ലേ? കേരളം തമിഴ്നാടൊക്കെ റിവറിന് പ്രശ്നം ഉണ്ടാവാറില്ലേ? അതുപോലെ തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിനൊരു ട്രൈബ്യൂണലിനെ നിയമിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺസേഷൻ കൊടുക്കണം. ആർക്ക്? പഞ്ചാബിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അകാലിദളിന്റെ തീവ്രവാദം, അതുപോലെ തന്നെ പട്ടാക്കാരുടെ വെടിവെപ്പും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആളുകൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ബിൽഡിങ്ങുകൾ തകർന്നിട്ടുണ്ടാവും, നമ്മുടെ കടകൾ നഷ്ടമായിട്ടുണ്ടാവും, ഒരുപാട് കമ്പനികളൊക്കെ ചിലപ്പം ബോംബ് സ്ഫോടനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിൽ നഷ്ടപരിഹാരം കൊടുക്കണം, കോമൺസേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് നഷ്ടപരിഹാരം. അതുപോലെ തന്നെ വിഡ്രോൾ ദി അപ്ലിക്കേഷൻ ഓഫ് ആംഡ് ഫോഴ്സ്ഡ്. അവിടെ ഉണ്ടായിരുന്ന ആംഡ് ഫോഴ്സ്ഡ് എന്ന് വെച്ചാൽ സേന ആയുധങ്ങളെ, അല്ലെങ്കിൽ സേനാധിപകളെ എന്ത് ചെയ്യണം? പിൻവലിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി 9ാമത്തെ ചാപ്റ്ററിലാണ് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ എന്തൊക്കെയാണ്? ഒന്ന് എക്സ്പ്ലെയിൻ മണ്ഡൽ കമ്മീഷൻ. മക്കളെ 4 മാർക്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മണ്ഡൽ കമ്മീഷൻ. അവിടെ മണ്ഡൽ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു ബിന്ദേശ്വരി പ്രസാദ്. ആരായിരുന്നു? ബിന്ദേശ്വരി പ്രസാദ് ആയിരുന്നു മണ്ഡൽ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. മണ്ഡൽ കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ 1978 ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, അതായിരുന്നു ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് വെച്ചാൽ പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെ എന്ത് ചെയ്യണം? മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംഘം എന്ത് ചെയ്തു? ഒരു ടീമിനെ അങ്ങോട്ട് അയച്ചു, ഒരു കമ്മീഷനെ. ആ കമ്മീഷന്റെ ചെയർമാനാണ് ബിന്ദേശ്വരി പ്രസാദ്. അങ്ങനെ നമ്മളെ ഈ വിഭാഗത്തെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ട് ബിന്ദേശ്വരി പ്രസാദ് എന്ത് ചെയ്യാണ്? കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? റെക്കമെൻഡേഷൻ ചെയ്യണം. 1980s സമർപ്പിച്ചു. അതിൽ പറയുന്ന കാര്യം 27% എന്ത് കൊടുക്കണം? റിസർവേഷൻ കൊടുക്കണം. അത് ജോലിയിലാവട്ടെ എഡ്യൂക്കേഷനിലാവട്ടെ 27% റിസർവേഷൻ കൊടുക്കണമെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഈ കമ്മീഷൻ പറയുന്നത്, മണ്ഡൽ കമ്മീഷൻ പറയുന്നത് കേട്ടോ. അതിനെതിരെ പിന്നീട് പ്രശ്നമൊക്കെ ആയി. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ 1992 നവംബറിൽ എന്ത് ചെയ്യാണ്? സുപ്രീം കോടതി ഇത് ശരിവെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ഓക്കെ, ഗവൺമെന്റിന്റെ ഡിസിഷൻ അങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, അതാണ് അതിൽ. ഇനി സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്. 2.7 സെക്യൂരിറ്റി ഇൻ ദി കണ്ടംപററി വേൾഡിൽ ഒന്ന് വാട്ട് ആർ ദ 3 കമ്പോണൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി സ്ട്രാറ്റജി? ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളുടെ 3 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രെങ്തനിങ് ഇറ്റ്സ് മിലിറ്ററി ക്യാപ്പബിലിറ്റി, സൈനികർ എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക.
അത് എന്തായാലും വേണമല്ലോ, ഒരു രാജ്യത്തിന് ആകെ വേണ്ട സൈനികരാണ്. സ്ട്രെങ്തൻ ഇന്റർനാഷണൽ നോംസ് ആൻഡ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും എന്ത് ചെയ്യുക, ശക്തിപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. മീറ്റ് ദ സെക്യൂരിറ്റി ചലഞ്ചസ് വിത്തിൻ ദി കൺട്രി, രാജ്യത്തിനുള്ള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുക. രാജ്യത്തിനുള്ളിൽ തന്നെ എന്തുണ്ടായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നാഗാലാൻഡ്, മിസോറാം, പഞ്ചാബ്, കാശ്മീർ, ഇവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉള്ളിൽ തന്നെ. നാഗാലാൻഡ് ഞങ്ങൾ സ്വന്തമായിട്ട് ഇതായിട്ടുള്ള, പഞ്ചാബിൽ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കാശ്മീർ വിഷയം ഇപ്പോഴുള്ള വിഷയമാണ്. ഞങ്ങൾ ഇന്ത്യയിലേക്കില്ല, ഞങ്ങൾ പാകിസ്ഥാനിലേക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട്. അതിനെ നേരിടാനുള്ളതും ഇന്ത്യ സ്വീകരിച്ച ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് എക്കണോമി, സമ്പദ് വ്യവസ്ഥയുടെ വികസനം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകാൻ പറ്റുമോ, പട്ടിണി ഉണ്ടാകാൻ പാടുണ്ടോ, ഇല്ല. അപ്പൊ ഇതിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അസമത്വങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, ഇനി അതിലുള്ളതാണ് എക്സ്പ്ലെയിൻ എനി ടു സെക്യൂരിറ്റി ത്രീറ്റ്സ് ഫേസ്ഡ് ബൈ കണ്ടംപററി വേൾഡ്. സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും രണ്ട് സുരക്ഷാ ഭീഷണികൾ പറഞ്ഞിട്ട്, ഏതെങ്കിലും രണ്ട് സുരക്ഷാ ഭീഷണികൾ, ഏതെങ്കിലും രണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സുരക്ഷാ ഭീഷണികളാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് മക്കളെ, ഏതെങ്കിലും രണ്ട് സുരക്ഷാ ഭീഷണികൾ? ഒന്ന് ടെററിസം, തീവ്രവാദം. അത് എല്ലാ സമകാലിക ലോകത്ത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നമാണ് തീവ്രവാദം. രണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അല്ലെ. ന്യൂനപക്ഷങ്ങളൊക്കെ, അല്ലെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും മൈനോറിറ്റി പീപ്പിൾ എപ്പോഴും അവകാശങ്ങൾ അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് വിചാരിച്ചത്ര അവകാശങ്ങൾ കിട്ടുന്നില്ല. ഇനി എൻവയോൺമെന്റൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, അല്ലെ, എട്ടാമത്തെ 2.8 നമ്മൾ പോകുന്നത്. അതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്തൊക്കെയാണ്, ഇന്ത്യ കൈകൊണ്ട സ്വീകരിച്ച അഡോപ്റ്റഡ് ബൈ ഇന്ത്യ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഒന്ന്, ഇന്ത്യ എന്ത് ചെയ്തു, ക്യോട്ടോ പ്രോട്ടോക്കോളിൽ സൈൻ ചെയ്തു. ഇന്ത്യ സൈൻഡ് ആൻഡ് റെറ്റിഫൈഡ് ക്യോട്ടോ പ്രോട്ടോകോൾ 2002 2002 ഇതാക്കി. അതുപോലെ തന്നെ G8 യോഗത്തിൽ ഇന്ത്യ വാദിച്ച മലിനീകരണം അല്ലെങ്കിൽ പരിസ്ഥിതി, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് പറയുന്നത്, ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾക്കാണെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഏറ്റവും കൂടുതൽ മുന്നോക്കം അല്ലെങ്കിൽ ഊന്നി പറയുന്നത് ഏതിലാണ്, സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ആര്, ഇന്ത്യ ഉൾപ്പെടെയുള്ള എന്നാണ് ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യ ഒപ്പോസ്ഡ് UNFCCC. മക്കളെ, UNFCCC എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു സംഘടനയാണ് UNFCCC എന്ന് പറയുന്നത്. ആ ടീമിന്റെ കാര്യങ്ങളൊക്കെ ഒപ്പോസ് ചെയ്തു. അപ്പൊ അത്രയൊക്കെ എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ വാട്ട് മീൻ ബൈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റ് റെസ്പോൺസിബിലിറ്റി. മക്കൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് പൊതുവായത് എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, പരിസ്ഥിതി സംരക്ഷണത്തിൽ എല്ലാവർക്കും തുല്യ പങ്കിടുന്ന ആര് പറഞ്ഞിട്ടുണ്ട്, ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ വികസിച്ച രാജ്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല. ഇന്ത്യ പറഞ്ഞത് ആരാണ്, ഞങ്ങൾക്ക് മാത്രമാണ്, ഇന്ത്യക്കാർക്കല്ല വികസിത രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള. പക്ഷെ അവർ പറയുന്നത് എന്താണ്, അങ്ങനെയല്ല, എല്ലാവർക്കും പരിസ്ഥിതി മോശപ്പെടുത്തുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ട്. പക്ഷേ ഇന്ത്യ പറയുന്നത് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, നിങ്ങളാണ് ഇതാക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾക്ക് എല്ലാ നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ പാടില്ല. എന്നുവെച്ചാൽ വികസിത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് കുറെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ അതേ നിയന്ത്രണം നമുക്കും വരാൻ പറ്റും. നമ്മൾ ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ നിയന്ത്രണങ്ങൾ വന്നാൽ പിന്നെ നമ്മൾ ഡെവലപ്പ് ആവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതേ നിയന്ത്രണം വരരുതെന്ന് പറയും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു തീരുമാനമെടുക്കാനുള്ള, ഏതിൽ തീരുമാനമെടുത്തു, എർത്ത് സമ്മിറ്റ് 1992 നടന്ന ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റ്, ഭൗമ ഉച്ചകോടിയിൽ എന്ത് ചെയ്യാണ്, ഈ ആർഗ്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്തു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റ് റെസ്പോൺസിബിലിറ്റി. ഭൗമ ഉച്ചകോടിയിലെ റിയോ പ്രഖ്യാപനത്തിൽ ഈ വാദം അംഗീകരിക്കപ്പെട്ടു. ഇതിനെ പൊതുവായത് എന്തായിരുന്നു, ഉത്തരവാദിത്തങ്ങൾ എന്ന തത്വം വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഓക്കെ ആയിരിക്കുക. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു 30യുടെയും 40യുടെയും ഇടയിൽ നിങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ പറയുന്നത് അതിനേക്കാളും കിട്ടും, പക്ഷെ എന്നാലും ഒരു 30 മാർക്ക് 25 എന്തായാലും കിട്ടണം. നിങ്ങൾ അപ്പൊ സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഞാൻ പഠിച്ചു, ഇനി നെക്സ്റ്റ് ഇങ്ങനെ കണ്ണടച്ച് നിങ്ങളിങ്ങനെ ഓർത്ത് പഠിക്കാം മക്കളെ. നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഈ ഫുൾ മാർക്ക് വിധിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് തന്നെ കിട്ടും. കിട്ടട്ടെ. ബൈ.